കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സുപ്രധാനമായ ബോഡിയായ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇന്ന് രാവിലെ 10:30 കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി കോട്ടയത്ത് ഇവിടെ വെച്ച് ഈ ഹാളിൽ വെച്ച് കൂടുകയുണ്ടായി. ഏതാണ്ട് ഇപ്പോൾ സമയം ഒരു 5-5:15 വരെ നീണ്ടുനിന്ന അവലോകന യോഗം ചർച്ചയും നടത്തുകയുണ്ടായി. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഏതാണ്ട് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളും 3-4 പേരൊഴികെ അവർ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ മുഴുവൻ സമയവും പങ്കെടുക്കുകയുണ്ടായി. 3-4 പേര് അവർ വ്യക്തിപരമായ ചില അസൗകര്യങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ വന്നെത്താത്തത്. അവർ ലീവ് നേരത്തെ പറഞ്ഞതാണ്. ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വന്ന് പങ്കെടുക്കുകയുണ്ടായി. ഇപ്പോൾ പൊതുവെ പറയുമ്പോൾ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ UDF ഒരു വൻ വിജയം നേരിടുകയുണ്ടായി. കേരള കോൺഗ്രസ് പാർട്ടി UDFൻ്റെ വിജയിച്ച അല്ലെങ്കിൽ ആ മുന്നണിയെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അനുമോദിക്കുന്നു. എല്ലാ പ്രവർത്തന വിജയ ആശംസകളും ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ നേരുകയാണ്. ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 12 സീറ്റുകളിലാണ് ഞങ്ങൾ മത്സരിച്ചത്. ആ 12 സീറ്റുകളും നമുക്കറിയാവുന്നതുപോലെ വിജയിക്കാൻ കഴിയാതെ പോയി. എല്ലാ സ്ഥാനാർത്ഥികളും, അത് മുൻ MLA-മാരും പുതിയതായിട്ടുള്ള സ്ഥാനാർത്ഥികളും വലിയ ഒരു പോരാട്ടമാണ് നടത്തിയത്. എല്ലായിടത്തും വലിയ ഒരു വിജയപ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് UDFൻ്റെ ഒരു തരംഗം എന്ന് തന്നെ പറയാം. അതിൽ പെട്ട് 12 സീറ്റുകളും നമുക്ക് വിജയിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായി 14 ജില്ലകളിലും എല്ലാ 140 നിയമസഭാ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും സംഘടനാബലം ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിൽ ഒരു ചോർച്ചയും ഇല്ല. വളരെ ശക്തമായിട്ട് തന്നെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും. ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എത്രയോ, പ്രത്യേകിച്ച് പ്രാദേശിക പാർട്ടികളൊക്കെ പലതും ആ സംസ്ഥാനത്തൊക്കെ ഭരണത്തിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പല തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അവർക്ക് പൂർണ്ണമായ തോൽവി ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ DMK, തമിഴ്നാട്ടിലുള്ള DMK ഉൾപ്പെടെ തെലുങ്കുദേശം ഉൾപ്പെടെ ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പൊക്കെ അതിന് ആ സംസ്ഥാനത്ത് ഭരിക്കുവാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ചില തെരഞ്ഞെടുപ്പുകൾ പൂർണ്ണമായി പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും ഭരണത്തിലേക്ക് അല്ലെങ്കിൽ ഭരണത്തിന് നേതൃത്വം കൊടുത്ത് തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പരാജയം എന്ന് പറയുന്നത് തീർച്ചയായും ജനാധിപത്യ സംവിധാനത്തിൽ അവിടെ ഒരാളെ ജയിക്കുകയുള്ളൂ. അവിടെ പാസ് മാർക്കോ ആയിട്ട് ഒന്നുമില്ല. അപ്പോൾ ഒരു പരാജയം വന്നു, അതിനെ ജനവിധി മാനിക്കുന്നു. തീർച്ചയായും എന്താണ് പോരായ്മകൾ, അത് പാർട്ടിയുടെയാണോ മുന്നണിയുടെയാണോ എന്ന് പരിശോധിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങും. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് പോരായ്മ ഉണ്ടായത്? വികസന കാര്യത്തിലാണോ, പ്രവർത്തന കാര്യത്തിലാണോ, എവിടെയാണ് കാര്യക്ഷമത ഇല്ലാതെയായി പോയത് എന്നുള്ളതൊക്കെ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തതിൽ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലാ പ്രസിഡന്റ്, ഞങ്ങൾ മത്സരിച്ച ജില്ലകളിൽ ആണെങ്കിലും അല്ലെങ്കിലും അവിടെയെല്ലാം ചർച്ചകൾ നടത്തി എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും ഇവിടെ എത്തിയിരുന്നു. 14 പേരും അവരുടെ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞു. പ്രത്യേകിച്ച് ഞങ്ങൾ മത്സരിച്ച പ്രദേശങ്ങളിലായ അത് തൃശ്ശൂരും എറണാകുളത്തും ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും കണ്ണൂരും ഈ മേഖലയിലാണ് മത്സരിച്ചത്. മത്സരിച്ച ആ പ്രദേശങ്ങളിൽ ജില്ലാ പ്രസിഡന്റ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോഴും അതിൻ്റെ യഥാർത്ഥ ചിത്രം താഴെത്തട്ടിലേക്ക് നമ്മൾ ചെന്ന്, അത് നിയമസഭാ മണ്ഡലങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ഡലം തലത്തിലുള്ള ജനറൽ ബോഡി വിളിച്ചുകൂട്ടി അവിടത്തെ ചിത്രം മനസ്സിലാക്കിയാലേ ഉള്ളൂ, ആഴത്തിൽ മനസ്സിലാക്കിയാലേ ഉള്ളൂ നമുക്ക് വ്യക്തമായ ഒരു കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ജനറൽ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്.
നമുക്കറിയാം കഴിഞ്ഞ ദിവസം 7-ാം തീയതി LDF നമ്മൾ കൂടിയിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് നമ്മുടെ അവിടെ മുന്നണി യോഗം കൂടി. അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു. കൃത്യമായി ജനറലായിട്ട് പറഞ്ഞു. അവർ അതിൻ്റെ കൺവീനർ പത്രസമ്മേളനം നടത്തി. പക്ഷെ അവരൊക്കെ മുന്നോട്ട് വെച്ചൊരു കാര്യം, പാർട്ടി അതാത് പാർട്ടികൾ LDFിലുള്ള പാർട്ടികൾ ഇതുപോലുള്ള യോഗം വിളിച്ചു കൂട്ടി അതിൻ്റെ വിശദമായി പഠിച്ച് ജൂൺ 15-ന് ശേഷം കൃത്യമായ ഒരു റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഏതൊക്കെയാലും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ 16-ാം തീയതിയോടുകൂടി ജില്ലയുടെ പൊതുയോഗം കൂടി അതിനുശേഷം 27-ന് മുമ്പായിട്ട് അവിടെ ഓരോ പ്രദേശങ്ങളിലും ഉള്ള നിയമസഭാ മണ്ഡലങ്ങളിലുള്ള അവിടുത്തെയുള്ള ജനറൽ ബോഡി വിളിച്ചു കൂട്ടി അവിടുന്ന് മണ്ഡലം തലത്തിൽ വാർഡ് തലത്തിൽ ഈ മാസം അവസാനത്തോടുകൂടി ആ റിപ്പോർട്ടുകൾ നൽകാനായിട്ടുള്ള ഒരു നിർദ്ദേശം പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായി നമുക്ക് സംഘടനാ ബലം അവിടെ നിൽക്കുകയാണ്. അത് കൂടുതൽ കരുത്തോടുകൂടി നമുക്കറിയാം ഒരു പരാജയം വരുമ്പോൾ അത് മുന്നോട്ട് നീങ്ങുവാൻ കൂടുതൽ നമ്മൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള സംഘടനാ തലത്തിലുള്ള മുന്നോട്ട് പോകും. അതിനുള്ള നടപടികളാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. പൊതുവേ പറയുമ്പോൾ പല കാരണങ്ങളുണ്ടാകാം. ആ കാരണങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം. ഏതെങ്കിലും ഒരു കാരണം മാത്രമല്ല. പക്ഷേ കാരണങ്ങൾ പറയുമ്പോൾ വികസന കാര്യത്തിൽ ഒരാൾ പോലും പരാതി പറഞ്ഞിട്ടില്ല ഇന്ന വികസനം നടത്തിയില്ലെന്നോ അല്ലെങ്കിൽ നടത്തിയത് കുറഞ്ഞു പോയെന്നോ ഒന്നുമില്ല. വികസനങ്ങൾ നടത്തിയ, പക്ഷേ വികസനം അത് ഏത് ക്ഷേമ പെൻഷനാകട്ടെ അതൊക്കെ കൃത്യമായി അങ്ങ് നടത്തിയ ഒരു എക്സിക്യൂട്ടീവ് രീതിയിലേക്ക് പോയതിനപ്പുറത്തേക്ക് അത് ജനങ്ങളെ കൊണ്ട് എത്തിക്കുവാൻ പൂർണ്ണമായി കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ജനകീയ മുഖം കൊടുക്കുവാൻ ഈ വികസനത്തിലൊക്കെ ഒരു ജനകീയ മുഖം കൊടുക്കുവാൻ കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യം അതിനകത്ത് ഈ ചർച്ചയിലകത്ത് വരികയുണ്ടായി. അതോടൊപ്പം തന്നെ പലരും സംസാരിച്ചു കഴിഞ്ഞപ്പോഴുള്ള ഒരു വിഷയം, എല്ലാ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മിക്കവാറുമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ CPMന്റെ അണികളുടെ ഒരു ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് ചർച്ചയിൽ ഇവിടെ വന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം ഉള്ളത് അപ്പോൾ ഒരു ജനകീയ മുഖത്തിൻ്റെ കാര്യമുണ്ട്, അതുപോലെ CPMന്റെ ക്രോസ് വോട്ടിങ്ങിൻ്റെ കാര്യത്തിലുണ്ട്, വികസനം താഴെത്തട്ടിൽ തന്നെ ചെന്നെത്തിയിട്ടുണ്ടോ എന്നുള്ളത് കാര്യത്തിലുണ്ട്, ന്യൂനപക്ഷങ്ങളുടെ കുറച്ച് അകന്നുപോയി അവരുടെ ഒരു യോജിപ്പ് മറുവശത്ത് ലഭിച്ചു എന്നുള്ളതാണ്.